മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കുമരിച്ചന്ത മേൽപ്പാലം വരുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ ഇത് വളരെയധികം ചർച്ച ആയിട്ടുണ്ട്. പണി ആരംഭിക്കുന്നതിന് മുമ്പ് എന്തിന് ബാരിക്കേഡ് വെച്ച് റോഡ് ക്ലോസ് ചെയ്തു എന്നതാണ് ജനങ്ങളുടെ ചോദ്യം. കുമരിച്ചന്തയ്ക്കും അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്കും മറ്റും പോകാനുള്ള പ്രധാന വഴികളാണ് അടച്ചത്. ജോലി ആരംഭിച്ചതിന് ശേഷം എന്തായാലും അടയ്ക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഇപ്പോഴേ അടച്ചത് കമ്പോളങ്ങളെയും അതോടൊപ്പം തന്നെ വഴിയാത്രക്കാരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നും എക്സാം അവസാനിച്ചതിന് ശേഷം പെരുന്നാളിന് ശേഷം അടച്ചാൽ പോരെ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കുമരിച്ചന്ത ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നും നാട്ടുകാർ പറഞ്ഞു. എന്നാൽ ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം കോവളം ബൈപ്പാസ് റോഡിൽ കുമരിച്ചന്ത ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണ ജോലികൾ നടക്കുന്നതുകൊണ്ട് തന്നെ റോഡിന്റെ അമ്പലത്തറ ഭാഗത്തു നിന്നും പൂന്തറ ഈഞ്ചക്കൽ ഭാഗത്തേക്കും പൂന്തറ ഭാഗത്തു നിന്നും അമ്പലത്തറ തിരുവല്ലം ഭാഗത്തേക്കും റോഡിന് കുറുകെയുള്ള വാഹന ഗതാഗതവും ഈഞ്ചക്കൽ ഭാഗത്തു നിന്ന് തിരുവല്ലം ഭാഗത്തേക്ക് പ്രധാന റോഡിലേക്കുള്ള വാഹന ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടതിനാൽ അമ്പലത്തറ ഭാഗത്തു നിന്ന് പൂന്തറ ഈഞ്ചക്കൽ ഭാഗത്തേക്കും പൂന്തറ ഭാഗത്തു നിന്ന് അമ്പലത്തറ തിരുവല്ലം ഭാഗത്തേക്കും ഈഞ്ചക്കൽ ഭാഗത്തു നിന്നും തിരുവല്ലം ഭാഗത്തേക്കുമുള്ള വാഹനത്തിന് 26/3/2025 മുതൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവന്നു. ക്രമീകരണം ഇങ്ങനെ: അമ്പലത്തറ ഭാഗത്തു നിന്നും പൂന്തറ ഈഞ്ചക്കൽ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കരിമ്പവിള ജംഗ്ഷൻ വഴി തിരുവല്ലം ജംഗ്ഷൻ എത്തി യു-ടേൺ തിരിഞ്ഞ് പൂന്തറ ഈഞ്ചക്കൽ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അമ്പലത്തറ ഭാഗത്തു നിന്നും തിരുവല്ലം ഭാഗത്തേക്ക് കുമരിച്ചന്ത സർവീസ് റോഡ് വഴി ലൈറ്റ് വാഹനങ്ങൾക്ക് മാത്രം പോകാവുന്നതുമാണ്. പൂന്തറ ഭാഗത്തു നിന്നും അമ്പലത്തറ തിരുവല്ലം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കുമരിച്ചന്ത ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് സർവീസ് റോഡ് വഴി പരുത്തിക്കുഴി ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് എതിർവശം സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ്. ഈഞ്ചക്കൽ ഭാഗത്തു നിന്നും തിരുവല്ലം ഭാഗത്തേക്ക് പ്രധാന റോഡിൽ വരുന്ന വാഹനങ്ങൾ പരുത്തിക്കുഴി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് സർവീസ് റോഡ് വഴിയും പോകേണ്ടതാണ്. കോവളം ഭാഗത്തു നിന്നും കഴക്കൂട്ടം ഭാഗത്തേക്ക് പ്രധാന പാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകുവാൻ കഴിയും. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിന് പൊതുജനങ്ങളിലേക്ക് നമ്പറുകൾ പാസ് ചെയ്തിട്ടുണ്ട്. 047125587131 അതോടൊപ്പം 9497930055 എന്നീ ഫോൺ നമ്പറിലൂടെ ബന്ധപ്പെട്ടാൽ ട്രാഫിക് സിഗ്നലുമായി ബന്ധപ്പെട്ടത് അറിയാൻ സാധിക്കുന്നതാണ്. എന്തായാലും പണി ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പണി ആവശ്യമായ സാമഗ്രികൾ എത്തുന്നതിന് മുമ്പ് എന്തിന് റോഡ് അടച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പെരുന്നാൾ കഴിയുന്നതുവരെ ഒന്ന് കാത്തുനിന്നൂടെ? എക്സാം കഴിയുന്നതുവരെയെങ്കിലും കാത്തുനിന്നൂടെ? ഇതാണ് ജനങ്ങളുടെ ചോദ്യം. എന്തായാലും വളരെയധികം ഗതാഗത കുരുക്കാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. മലയാള ജനതാ ന്യൂസിൻ്റെ ലൈവ് ഇതുവഴി ടെലികാസ്റ്റ് ചെയ്തിരുന്നു. പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ചെയ്തപ്പോഴുണ്ടായ അനുഭവമാണ് ഇന്നലെ പലർക്കും ഉണ്ടായത്. പെട്ടെന്ന് എങ്ങോട്ട് തിരിയണം എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല. രാവിലെ പോയവർ തിരിച്ചു വന്നപ്പോൾ ബാരിക്കേഡ് വെച്ച് മെയിൻ ഹൈവേ 66 അടയ്ക്കുകയും തിരിച്ചുള്ള സർവീസ് റോഡ് വഴി അവരെ കടത്തിവിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെയധികം ബ്ലോക്കായിരുന്നു ഇന്നലെ ഉണ്ടായത്. പൂന്തറ മേൽപ്പാലം വേണമെന്നുള്ള കാര്യം എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. കാരണം മരണനിരക്ക് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാലം അത്യാവശ്യമാണ്. എന്നാൽ ആ പാലം 50,000 ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് തൂണുകളിൽ സ്ഥാപിക്കാൻ പാടുള്ള നിയമമൊരുക്കി എന്തുകൊണ്ടാണ് ടണൽ രൂപത്തിൽ ഒരു ഗുഹാരൂപത്തിൽ ഈ പാലം വന്നു എന്നുള്ളതാണ് ഇവിടെ ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ സമരസമിതി ആളുകളും ചോദിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പ് ഈ ഒരു പണി തടസ്സപ്പെടുത്തിയത്. എന്നാൽ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഈ പണി ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗതാഗത ക്രമീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നത് പണി നടന്നോട്ടെ, പക്ഷേ അതിന് അല്പം കൂടെ കാലതാമസം എടുത്തുകൂടി എന്നുള്ളതാണ്. അഥവാ ഈ സ്കൂൾ അടച്ച് തീരുന്നതുവരെ എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് സ്കൂളിലെത്തിക്കാൻ ഈ ഒരു ഗതാഗത കുരുക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നു എന്നാണ്. മാത്രമല്ല റമദാൻ മാസമായതുകൊണ്ട് തന്നെ പെരുന്നാളിനും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആഘോഷങ്ങൾക്കും തടസ്സവുമാണ്. അതുകൊണ്ട് തന്നെ പണിയായുധങ്ങൾ എത്തുന്നതും മുമ്പ് ഇങ്ങനൊരു ബാരിക്കേഡ് വെച്ച് അടച്ച് ഗതാഗതം സ്തംഭിച്ചത് വളരെയധികം പ്രയാസമാണ് എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെട്ടത്. പാലം വരട്ടെ, നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് തുടർ നടപടികൾ. സമരസമിതി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മുന്നോട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മലയാള ജനതാ ന്യൂസിന് വേണ്ടി അബ്ദുറഹ്മാൻ പള്ളിത്തിരിവ്. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബായ്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.